കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷ ബഹളം. കൗൺസിൽ യോഗത്തിന് മുമ്പ് മേയർ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ബജറ്റ് വിവരങ്ങൾ ചോർന്നു എന്നാരോപിച്ചാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റ് അവതരണത്തിന്റെ നടുത്തളത്തിലിറങ്ങി കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി. പുരോഗതി എന്നിവ ഇതിലൂടെ നിരീക്ഷിക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്താൻ പരിഗണിച്ച് ഇവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മെയിൻ ഓഫീസും സോണൽ ഓഫീസുകളിലും അക്ഷയ കൗണ്ടർ തുടങ്ങും. പദ്ധതിക്കായി 5 ലക്ഷം രൂപ ചെലവഴിക്കും. ഗുണമേന്മയോടും ബീന റാണി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബീന, ചോർത്തിയതോ ചോർന്നതോ? ആരംഭിച്ചത് അതേസമയം തന്നെ ബജറ്റ് ചോർന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയായിരുന്നു. മേയറുടെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ബജറ്റ് നൽകി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇടതുമുന്നണിക്കൊപ്പം NDA പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൗൺസിലിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് നൽകിയ നടപടിയിൽ പ്രതിഷേധിച്ച് നടുത്തളത്തിൽ കുത്തിയിരുന്ന പ്രതിപക്ഷാംഗങ്ങൾ ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൗൺസിൽ യോഗത്തിന് മുമ്പ് മേയർ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ബജറ്റ് ചോർന്നുപോയത് ഇല്ലെങ്കിൽ ചോർത്തി നൽകിയത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ ഇവർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അതിനിടെ ബജറ്റ് അവതരണം അതിന്റെ വഴിക്ക് നടക്കുന്നുമുണ്ട്. എന്തായാലും ബജറ്റ് അവതരണത്തിന് ശേഷം ഇവർ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്ലക്കാർഡുമായി കൗൺസിൽ ഹാളിൽ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 20 പേരാണ് ഇടതുപക്ഷ അംഗങ്ങൾ. ഒപ്പം തന്നെ NDAയുടെ 6 കൗൺസിലർമാരുമുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ പ്രതിഷേധവുമായി ബജറ്റ് ഹാളിലെ നടുത്തളത്തിൽ ഇരുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബജറ്റ് അവതരണം തുടരുകയും ചെയ്യുകയാണ്. ബീന റാണി വിശദാംശങ്ങൾ നൽകിയത്.